അപ്പം നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകട്ടോ. ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. പെട്ടി, ബാഗ്, കിടക്ക, ഋഷി, ചേട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പം എവിടേക്കാന്നുള്ളത് പിന്നെ പറയാം. അപ്പോൾ നമ്മളിത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി ചെക്ക് ഇൻ പരിപാടിയൊക്കെ നടക്കട്ടെ, എന്നിട്ട് പറയാം. വാ. എമിഗ്രേഷന് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഇതാ ഇവിടെ വന്ന് എയർപോർട്ടിനകത്തിട്ട് നമ്മുടെ ഗേറ്റ് നമ്പർ 5. ഇനി നമുക്ക് ലോഡ്ജിൽ പോയി ഫുഡ് കഴിക്കാം കേട്ടോ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? സർപ്രൈസ്. വാ. നമ്മൾ പിന്നെ വന്ന് ലോഞ്ച് കാർഡ് എടുക്കുമോയെന്ന് അറിയത്തില്ല. 2-3 കാർഡൊക്കെ ഉണ്ട് കയ്യിൽ. പക്ഷെ 2-3 കാർഡൊക്കെ ഉണ്ട്. പക്ഷെ എടുക്കുമോയെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് പോയി നോക്കാം. എടുത്താൽ നോക്കത്ത് കയറി നല്ലോണം ഫുഡ് കഴിക്കാം. അത് കാർഡ് എടുക്കുമോ ഇല്ലയെന്ന് ഡൗട്ടായത് കാരണം നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. കുറച്ച് ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. നിങ്ങൾക്ക് സമയമുണ്ട്, 11:15 വരെ സമയമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച്. ഋഷി ഉണ്ടല്ലേ, ഋഷി ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല. എല്ലാം സട പെടയേന്ന് പെട്ടെന്ന് കഴിഞ്ഞ്. ചെറിയൊരു പ്രശ്നം ചേട്ടന് വന്ന്. ചേട്ടൻ്റെ പാസ്പോർട്ട് എക്സ്പയർഡ് ആവാറായി. കാരണം വിസ ഫ്രീ ആണ് നമുക്ക് പോകുന്ന സ്ഥലത്തേക്ക്. പക്ഷെ ചേട്ടന് മാത്രം വിസ എടുക്കേണ്ടി വന്നു. ചേട്ടന് ഇച്ചിരി അഹങ്കാരം ഉണ്ടായിരുന്നു. എൻ്റെ ഇങ്ങോട്ട് ഋഷി കളിപ്പാട്ടം എടുക്കാൻ പോയതാ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ. അങ്ങനെ 3 മാസം കൂടെ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ പാസ്പോർട്ട് എക്സ്പയർഡ് ആകാൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പോകുന്ന സ്ഥലത്ത് 6 മാസമെങ്കിലും പാസ്പോർട്ട് എക്സ്പയർഡ് ആകുന്നതിന് മുന്നേ വേണം എത്താൻ. അത് കാരണം ചേട്ടന് മാത്രം വിസ വേണം. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു അമളി പറ്റിയിട്ടിരിക്കുകയാണ് നമ്മൾ. പിന്നെ പണി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ 1 മാസമായിട്ട് പ്ലാൻ ചെയ്ത് വാ എന്താ വാ. ഋഷിനെ വീഡിയോ എടുക്കാത്തോണ്ട് ഋഷിക്ക് വിഷമം കേട്ടോ. ഋഷി പിണങ്ങി കിടക്കുക. ഋഷി എവിടെ പോവാ? ഋഷി ഫ്ലൈറ്റിൽ പോവാ. ഋഷി മുന്നേ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ട്. അത് കുഞ്ഞായിരുന്നപ്പോൾ കേട്ടോ. മണാലിക്ക് കൊണ്ടുപോയി ഋഷിനെ. അപ്പോൾ ഒന്ന് ഋഷിക്ക് ഇങ്ങനെ ഇടയ്ക്ക് അസുഖം വരുന്ന പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അതുതന്നെ കൂളായിട്ട് ഐസിലൊക്കെ പോയിട്ട് വന്ന്. ഋഷിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ്? 1.5 വയസ്സുള്ളപ്പോൾ. ഋഷിക്ക് അത് ഓർമ്മയില്ല ഋഷി ഫ്ലൈറ്റിൽ കയറിയത്. അത് കാരണം ഋഷിയും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫ്ലൈറ്റിൽ കയറാൻ. 1 മാസമായിട്ട് ഋഷി ഫ്ലൈറ്റിൽ പോകണം എന്ന് പറഞ്ഞ് ഒരേ നടപ്പ്. അങ്ങനെ നമ്മളത് ഋഷിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മുടെ പെട്ടെന്നുള്ള ട്രിപ്പ് പ്ലാൻ ആയിരുന്നു. വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയിട്ട് നമ്മൾ പെട്ടെന്ന് വഴി തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് ബുക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പുറകെ ബാക്കി വീഡിയോസൊക്കെ വരും. ഇത് എപ്പിസോഡായിട്ട് എടുക്കാനാണ് എൻ്റെ പ്ലാൻ. 5 ഡേ ടൂറാണ്. അപ്പോൾ ഓരോ ദിവസമായിട്ട് ഓരോ എപ്പിസോഡ് എടുക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ കാണുക. പറ്റാവുന്ന രീതിക്കൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് പോയി ഫുഡ് കഴിക്കാൻ. കുറച്ച് റിഫ്രഷ്മെൻ്റ് ഒക്കെ ആണ്. കുറച്ച് വാ ഫോട്ടോ എടുക്കുക. അവിടെ ചെന്നിട്ട് എടുക്കാം. ഫോട്ടോ ഒക്കെ എടുക്കും. നമ്മളിപ്പോൾ പോയേ ഫുഡ് കഴിച്ചിട്ട് വന്ന് ഫ്ലൈറ്റ് ഫുഡുണ്ട്. പോയൊന്നും ഇവിടുന്ന് വാങ്ങിച്ചോളൂ. അമ്മ എന്താ പറഞ്ഞേ? അവിടെ പോയിട്ട് സൂപ്പർ വാട്ടർ ബോർഡ് വെച്ചരാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ എന്നെ ഒറ്റയ്ക്കാക്കി ഒരു ലോഞ്ചിൽ കയറി. ഒരു കാർഡിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലോഞ്ച് ആക്സസ്. ഞാനപ്പോൾ നിനക്ക് ആ ഫിറ്റിൽ ഒരു പോസ്റ്റ് ഋഷിക്ക് വിശക്കുന്നു. എന്ത് ചെയ്യും?
ഇവിടെ നടക്കും. നമ്മുടെ ഫ്ലൈറ്റ് 50 മിനിറ്റ്സ് ഓൾറെഡി ലേറ്റായിരുന്നു. 11:15 എടുക്കുന്നത് 12:30 ആയി. ചേച്ചി ഫ്ലൈറ്റിൽ കയറാൻ പോകണോ? ആ നടന്നോ ഓടി നടന്നോ. ഫ്ലൈറ്റ് വന്നിരിക്കുന്നു ഗൈസ്. ഓടല്ലേ എനിക്ക് തണുപ്പായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കിട്ടൂല പറയണം. ഓക്കെ കേറിക്കോ. പതിനെട്ട് ഇങ്ങോട്ടല്ല അവിടെ അല്ല ഋഷി. ഋഷി ഫ്ലൈറ്റ് കയറി വിൻഡോ സീറ്റ് തന്നെ ഇരുന്ന് ഒരു ബുക്കൊക്കെ തലതിരിച്ചൊക്കെ വെച്ചിങ്ങനെ ഭയങ്കരമായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. വെളുപ്പിനെ ഒരു 4:30 ആയപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് തന്നെ അവരുടെ ബസ് കയറി എയർപോർട്ടിനുള്ളിലേക്ക് പോയി. ഇനിയിപ്പോൾ നമ്മൾ എവിടെ എത്തിയെന്ന് പറയാം. നമ്മൾ തായ്ലൻഡിലാണ് വന്നിരിക്കുന്നത്. DMK എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ബാഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു സിം എടുക്കാൻ പോകുന്നത്. അവിടെ നമ്മുടെ സിം വെക്കുന്ന സ്ഥലമുണ്ട്. നമുക്ക് അവിടെ പോയി സിം എടുക്കാം. നമ്മളിവിടെ വന്നിട്ടാണ് കേട്ടോ സിം എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് ചെയ്തുകൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ അൺലിമിറ്റഡ് ചെയ്തുകൊണ്ട് വന്നിട്ട് ചിലർക്ക് വഴക്കായില്ല എന്നൊക്കെ പറയുന്നിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് 2 പേർക്കും ഓരോ സിം എടുത്തത്. അപ്പോൾ അവരുടെ 5 ദിവസത്തെ പ്ലാനൊക്കെ ഉണ്ട്. നമ്മൾ എത്ര ദിവസത്തേക്കാണ് വരുന്നത് അതനുസരിച്ചുള്ള പ്ലാനൊക്കെ എടുക്കാൻ പറ്റും. True 5G എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു നല്ല നെറ്റ്വർക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ സിം എടുത്തത്. അപ്പോൾ അൺലിമിറ്റഡ് ഇൻ്റർനെറ്റൊക്കെ ആണെങ്കിൽ 399,
ബാത്തും പിന്നെ അല്ലാതെ 15 GB ഇന്റർനെറ്റും പിന്നെ കോള് നമുക്ക് ഇന്റർനാഷണൽ കോളിങ് 30 മിനിറ്റ്സ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ അത് 2 സിമ്മിനും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരെണ്ണം 349 ബാത്ത്, അങ്ങനെ നമ്മൾ 2 സിം എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിത് പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ പാക്കേജ് പാക്കേജിന്റെ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പേരൊക്കെ കുത്തിയ നെയിം ബോർഡൊക്കെ പിടിച്ചിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. Check your name, please. Check your name. Check your name. How many people? നമ്മളിപ്പോ ട്രാവൽ ബഡ്സ് അവരുടെ ടൂറിസ്റ്റ് പാക്കേജിലെടുത്താണ് വന്നേക്കുന്നത്. നമ്മളെ ദിവ്യയാണ്, ലോൺലി ദിവ്യയാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. ദിവ്യയുടെ ഫേമാണ് ടൂറിസ്റ്റ് ബഡ്സ്. അപ്പം ദിവ്യയുടെ അറേഞ്ച്മെന്റ്സിലാണ് നമ്മളിപ്പോൾ തായ്ലൻഡിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ 33rd സീ ഗെയിംസ് 2025 ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം അതിൻ്റേതായ കുറേ ഫ്ലക്സും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തായ്ലൻഡിൽ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ എയർപോർട്ടിൽ അവർ വെച്ചിരുന്നതാണ്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മുടെ ഡ്രൈവർ വരാൻ കുറച്ച് താമസിച്ചല്ല, നമ്മളവിടെ എത്തിയിട്ടുണ്ടെന്ന് അവർ അറിയിച്ചതിന് ശേഷമേ നമ്മുടെ കാറ് വരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 5-10 മിനിറ്റ് നമ്മൾ എയർപോർട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ എന്തെങ്കിലും മേടിക്കാൻ കിട്ടുമോയെന്നൊക്കെ നോക്കാനായിട്ട് പോയി. ഇവിടെ എന്തോ 33rd സീ ഗെയിംസ് തായ്ലാൻഡ് എന്നൊക്കെ പറഞ്ഞ് എത്തിയിട്ടുണ്ട്. നമ്മളിത് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുക അച്ഛനും മോനും. ഋഷിനെ എടുക്കട്ടെ. ഋഷി അവിടെ നിന്നേ. ഋഷി ഓടി. The Kit Kat. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. ട്രാൻസ്ലേറ്റ് ചെയ്താലേ മനസ്സിലാവുള്ളൂ കേട്ടോ. എല്ലാം കയ്യിൽ എഴുതി വെച്ചപ്പോൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. നല്ലുണ്ട് കേക്ക്. എന്ത് കേക്കാ? ഓ, ട്രാൻസ്ലേറ്റർ ഇല്ലാതെ ഒന്നും നടക്കില്ല കേട്ടോ. ട്രാൻസ്ലേറ്റർ വേണം റേറ്റ് നോക്കണമെങ്കിൽ. 270 സാധനത്തിൻ്റെ നോക്കണ്ടേ. $129. ഇപ്പം വേണ്ട, വെച്ചോ. ഫീസൊന്നുമില്ല, അതിപ്പോൾ വേണ്ട. മിഠായി വേണ്ട. എന്താ വെച്ച് ജ്യൂസ് നോക്കാം. നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി ജ്യൂസ് നോക്കാം കേട്ടോ. ഇത് കേക്ക്. എന്ത് കേക്കാ? എന്തോ മറ്റേ ആൽമണ്ട് ബ്രൗണിയാണ്. ഓ, ബനാന. ഈത്തപ്പഴം ഉണ്ടോ? അത് ഫ്രൂട്ട്സാണ് ഇതൊക്കെ. കിട്ടുന്നുണ്ടോ എന്തോ. ഇവിടെ സമയം 7:30. നമ്മുടെ നാട്ടിലിപ്പോൾ എത്രയും 5 മണിയാണ് അങ്ങാണ്ടേ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. റോഡിലൊക്കെ നല്ല തിരക്കുണ്ട്. നല്ല വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മള് ഓൾറെഡി താമസിച്ചു. 5 മണിക്ക് എത്തിയതാ. എന്നിട്ട് പിന്നെ
സിമ്മൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഒരു സമയമായി. അങ്ങനെ കുറച്ച് ലേറ്റായി. ഹലോ, ഞാൻ ഡയറ്റായി പോയി. ഞാൻ ഇവിടെ നിന്ന് രാവിലായിട്ട് രാത്രി ഞാൻ വിചാരിച്ചത്. രാത്രി റോഡിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ ലൈറ്റ് യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു. നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു. പിന്നെ ഇമിഗ്രേഷനിലൊരു അല്പം തിരക്കുണ്ടായിരുന്നു. അവിടെ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. അങ്ങനെയാണ് കുറച്ച് ലേറ്റ്. 1 മണിക്കൂർ അവിടെ പോയി. ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് വരുന്നു. നമുക്കിനി അവിടെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും മേടിക്കാം. നമ്മുടെ ചെക്കിൻ ടൈം ഉച്ചയ്ക്ക് 2 മണി. അപ്പോൾ അതുവരെ നമ്മുടെ കയ്യിൽ ഇഷ്ടം മാതിരി സമയമുണ്ട്. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ കൊണ്ടുപോയി ലോബി വെച്ചിട്ട് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ. പോയിട്ടാ അങ്ങനെ നമ്മള് മുറുക്ക് കഴിച്ച് ഋഷി. നമ്മൾ മുറുക്ക് അടച്ച് പിന്നെന്താ പറയാനുള്ള? മുറുക്ക് അടച്ചിട്ട് ജ്യൂസ് കുടിക്കാൻ. ഹലോ, നീ കേൾക്കുന്നില്ലേ? മൈക്കെടുത്ത് വെച്ച് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബാഗിന് കളിക്കാൻ പോവാം, ജ്യൂസ് കുടിക്കാൻ പോവാം, സിംബനെ കാണാൻ പോവും. എന്നിട്ട് രാവിലെ ആയില്ലേ? രാവിലെ ഇനി തന്നേക്കാം, വിളിച്ചേക്കാം. ഇതുണ്ടോ, ഇതിപ്പോ നമ്മുടെ എറണാകുളം മെട്രോ പില്ലറിന്റെ അടിയിൽ കൂടെ പോകുന്ന പോലെ അത് തന്നെ ആയിട്ടാ തോന്നുന്നു. എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് റൂമിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. ജസ്റ്റ് സെയിം അതുപോലെ തന്നെ, വേറെ മാറ്റങ്ങളൊന്നും ഈ ഏരിയയിൽ കാണുന്നില്ല. എല്ലായിടവും കാണുന്ന ഫ്ലെക്സ് കോടികൾ ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ബസ്സാണ് കേട്ടോ. മെട്രോ പില്ലർ തന്നെയാണോ? അത് മെട്രോ പില്ലർ തന്നെയാണ്. അതെ, ഇത് ബെൽറ്റ് വേണ്ട, മെട്രോ പില്ലർ തന്നെയാണ് ഇട്ടേക്കുന്നത്. സെയിം അത് തന്നെ. മെട്രോ പോകുന്നുണ്ട്. മെട്രോ നോക്കിക്കേ, മെട്രോ കണ്ടോ? മെട്രോ ട്രെയിൻ കണ്ടോ? ഇതിവിടുത്തെ പെട്രോൾ പമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് വാഷ്റൂമിൽ പോകാനൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് നിർത്തിയതാണ്. അപ്പം നമ്മുടെ എയർപോർട്ട് DMK എയർപോർട്ടിൽ നിന്ന് 30 കിലോമീറ്ററോളം ഉണ്ട് പട്ടായക്ക് പോകാൻ. അപ്പം അവിടെയാണ് നമ്മുടെ റൂം എടുത്തേക്കുന്നത്. ആദ്യത്തെ ഒരു 2-3 ദിവസം നമ്മൾ അവിടെയാണ്. നമ്മളെ ഈ പോകുന്ന വഴിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് കേരളം പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. കുറേ ഇഷ്ടം മാതിരി തെങ്ങും വാഴയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ പട്ടായയിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു ടോൾ പ്ലാസയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഓൺലൈനല്ല, നമ്മൾ മാനുവലി ക്യാഷ് കൊടുത്തിട്ടാണ് ടോൾ കൊടുത്ത് കയറിയത്. പിന്നെ അവിടുത്തെ റോഡൊക്കെ ഈ പോകുന്ന വഴിക്കൊക്കെ റോഡ് നല്ല റോഡാണ് കേട്ടോ. നല്ല കോൺക്രീറ്റ് റോഡായിരുന്നു. സീസൺസ് പട്ടായ.
പട്ടായയിലാണ് കേട്ടോ റൂം എടുത്തേക്കണേ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീ ഇതാ. ഋഷി കണ്ടോ, ഋഷിക്ക് തണുക്കുന്നു. അങ്ങനെ ഋഷി ഓടിയൊക്കെ ഇട്ട് നിൽക്കുക. കണ്ടില്ലേ? പൂള്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു നമ്മൾ വന്ന് കയറിയപ്പോൾ നമുക്ക് തന്നെ ഋഷിക്ക് കൊടുത്ത് കുക്കി. കൊള്ളാം, നല്ല പാക്കിങ് അല്ലേ? ക്രിസ്മസ്, മെരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയ പാക്കിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ വെച്ചോ, അതൊക്കെ ഇവിടെ വെച്ചോ. അതിനകത്തൊന്നുമില്ല, വെച്ചോ. അതിനകത്ത് നമുക്ക് ഗിഫ്റ്റ് നിറയ്ക്കണം. വെച്ചോ, അവിടെ വെച്ചോ. ഗിഫ്റ്റ് നിറയ്ക്കണം, അവിടെ വെച്ചോ. ഇവിടെ നമ്മുടെ ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. ഇനി ഋഷി ഇത് കുറച്ച് നേരമായിട്ട് ഇതിൻ്റെ പുറകെ ഞാൻ വീഡിയോ എടുത്തിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് പിടിച്ചോണ്ടിരിക്കുമായിരുന്നു. നമുക്കിത് ഋഷിക്ക് കൊടുക്കാം. ഹാപ്പി ക്രിസ്മസ്. ഇനി 2 മണി വരെ ഇവിടെ ഇരിക്കണ്ടേ? എൻ്റെ ചെരുപ്പ്, എൻ്റെ ഷൂ ഒന്ന് പണികളി. വെച്ചിട്ട് അകത്ത് പുറത്തോട്ട് ഇറങ്ങും എന്തെങ്കിലും കഴിക്കാൻ. വല്ലതും കഴിക്കാൻ കിട്ടുമോ നോക്കാം. നമുക്ക് 2 മണി വരെ സമയമുണ്ട്. 2 മണിക്ക് ശേഷം റൂമിൽ കയറാൻ പറ്റുള്ളൂ. അപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് അവർ നല്ലോണം ഡെക്കറേറ്റൊക്കെ ചെയ്ത് ഇട്ടരുന്നുണ്ടോ. ഋഷി ആ കിട്ടിയ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ബിസ്ക്കറ്റായിരുന്നു കേട്ടോ. നല്ല മുട്ടിൽ തൊപ്പിയൊക്കെ കരുതിയിട്ടുണ്ട്. തൊപ്പി ആൻഡ് കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, അവനെ പിടിച്ചോ, കയ്യെ പിടിച്ചോ. ഇത് കൊള്ളാലോ. ഇതെന്താ, അമ്പലോ? നമ്മുടെ അവിടെയൊക്കെ ഗണപതിനെയും ഒക്കെ വെക്കൂലേ, അതുപോലെ ബുദ്ധനാണ്. ബുദ്ധന്റെ വെയില് നല്ല പൊള്ളലാണെന്ന് തോന്നുന്നല്ലോ. രാവിലത്തെ വെയിലിന് അത്യാവശ്യം നല്ല പൊള്ളലുണ്ട്. ശരിയായി. മൊത്തം ഇതിൻ്റെ നമ്മുടെ ഹോട്ടലിൻ്റെ പേര് ദ സീസൺസ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ഇന്ത്യൻ ഡാബയുണ്ട്. സ്റ്റോറൊക്കെ ഓപ്പൺ ആവാൻ വൈകുന്നേരം ആവും കേട്ടോ. ഇപ്പം ചെറുതായിട്ട് സ്റ്റാർട്ട് ആവുന്നേ ഉള്ളൂ. എല്ലാവരും മസാജ് സെൻ്റർ, സലൂൺ ഒക്കെയാണ് കേട്ടോ സൈഡിൽ. ഇവിടെ ഒരു നമുക്ക് വേണമെങ്കിൽ 7-Eleven പോയി നോക്കാം. സെൻട്രൽ പാലസ് അപ്പാർട്ട്മെൻറ്റ്. കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെ കേട്ടോ, എല്ലാം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. കൊള്ളാല്ലേ? ഇത് കൊള്ളാല്ലേ. ഗാർഡനാണോ വിൽക്കാൻ വെച്ചേക്കണോ? സ്ട്രോബെറി ചട്ടി. അത് വാ, റോസ് നോക്കിക്കേ, നല്ല റെഡ് റോസ്. ഇങ്ങോട്ട് വാ. നമുക്കൊരു 7-Eleven കിട്ടിയിട്ടുണ്ട്. എവിടെ വെക്കാൻ? ഇനിയിപ്പോൾ കടയിൽ കയറാൻ പോവാ. വേണ്ട, ഇത് ഇവിടെ വെച്ചോ. അയ്യോ, അതിൻ്റെ ഫ്രണ്ടിൽ നിന്നല്ലേ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നേ. ഇവിടെ കുറേ 7-Eleven ഉണ്ട് കേട്ടോ. അപ്പറേ ഇപ്പറേ ഒക്കെ ആയിട്ട് വാ. ഇനിയിപ്പോൾ ക്രോസ് ചെയ്ത സ്ഥിതിക്ക് അവിടെ പോവാം. ഇതേ സർദാർജി. ഇതാണോ?
ഇങ്ങോട്ടോ ഋഷി കിട്ടോ. ജ്യൂസ് എടുക്കാം, നോക്കട്ടെ എന്തൊക്കെയുണ്ടല്ലോ, നോക്കട്ടെ ഋഷി. ഇതാന്ന് തോന്നല്ലേ, ഇതെന്താന്ന് നോക്കണമല്ലോ. എന്താണെന്നും വായിക്കാനുള്ള ട്രാൻസ്ലേറ്റർ ഉണ്ട്. ഇതേ ഇവിടെ കുക്ക്ഡ് ഐറ്റംസ് ഒക്കെ കിട്ടും. ഫ്രൈഡ് റൈസ്, പിന്നെന്താ ഫ്രൈഡ് ചിക്കൻ ആൻഡ് ബേസിൽ വിത്ത് റൈസ്, സ്റ്റീർ ഫ്രൈഡ് പോർക്ക്, അങ്ങനെ കുറച്ച് ഐറ്റംസ്. വെജ് വല്ലതും ഉണ്ടോ? സ്റ്റീർ ഫ്രൈഡ് ശ്രിംപ് ആൻഡ് ബേസിൽ ബോയിൽഡ് റൈസ് സൂപ്പ് ശ്രിംപ്, എല്ലാം നോൺ വെജ് ആണല്ലോ. കുക്ക്ഡ് ടൗൺ എന്തൊക്കെയുള്ള ഈ നൂഡിൽ ബൗൾ മിക്സ്ഡ് വെച്ച് പോർക്ക് ചെയ്ത്, ഇത് ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഒഴിച്ചെടുക്കേണ്ട സാധനങ്ങൾ. ഇതെന്താ സ്റ്റീർ ഫ്രൈഡ് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ബൗൾ, ലൈം ഫ്ലേവർ. മറ്റൊന്നില്ലേ, നല്ല നൂഡിൽസാണ്. അതെവിടെ? ഇല്ല, ബർഗറൊക്കെ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അങ്ങോട്ട് നോക്കിയേ, ഇതാ അങ്ങോട്ട്. നോക്കിയേ നോക്കട്ടെ. ഋഷി ജ്യൂസിൻ്റെ പറയുന്നത് അതാ. സ്പാനിഷ് ചീസ്, സോസേജ് ചീസ്. നോക്കട്ടെ, ടോസ്റ്റഡ് സാൻഡ്വിച്ച്. ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളിതാ നടന്ന് പട്ടായ ബീച്ചിലെത്തി. നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ പട്ടായ ബീച്ച്. ഇപ്പോൾ ഈ സമയത്ത് വന്നിട്ട് കാര്യമില്ല, വൈകുന്നേരം നമുക്ക് വരാം. ഇതിപ്പോൾ നമ്മൾ ഫുഡ് മേടിക്കാൻ ഇറങ്ങിയിട്ട് ജസ്റ്റ് നടന്ന് വന്നപ്പോൾ ഇത് ഇവിടെ എത്തിയതാ. ഇവിടെ മറ്റേ വാട്ടർ സ്പോർട്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതാ സൂപ്പറല്ലേ. ബിൽഡിങ്ങിൻ്റെ ഒക്കെ പൊക്കം കണ്ടോ. കുഞ്ഞു സ്റ്റോർസ്. നമുക്കൊരു ഫുഡ് കഴിക്കാനിരിക്കാൻ സ്ഥലം നോക്കി ഇറങ്ങിയതാണ്. ഇച്ചിരി തണലത്തുള്ളിടത്തോട്ട് ഇരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോവാം. അവർ മറ്റേ അവിടെ സെപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ഒരിടത്തിരിക്കാം. രാത്രി വന്നാൽ ആ വൈബ് കിട്ടത്തുള്ളെന്ന് തോന്നുന്നു, നല്ല തിരക്കൊക്കെ ആയിട്ട്. ഇപ്പം ജസ്റ്റ് വെയിൽ കൊള്ളാൻ വന്നവർ മാത്രമേ ഉള്ളൂ. എന്താണാവോ അവിടെ മുങ്ങിക്കിടക്കണേ, അതെനിക്ക് മനസ്സിലാവണില്ല. ഇവിടെ ദൂരെ എന്തോ ഒരു സാധനം മുങ്ങിക്കിടപ്പുണ്ട്. ഇതേ അവിടെ മറ്റേ പാരഷൂട്ടും പരിപാടികളൊക്കെ കറങ്ങി നടക്കണുണ്ടോ. കാണാമെന്നറിയില്ല, എനിക്കും കാണുന്നില്ല വെയിലായത് കാരണം.
വെള്ളത്തിൽ മുങ്ങിക്കണേ? ആ മുങ്ങിക്കണ എന്താ ആ വെള്ളത്തില്? കപ്പല് വെള്ളത്തിൽ മുങ്ങി പോകുന്നതോ? എന്താ നല്ല വൃത്തിയുണ്ട് കേട്ടോ ബീച്ചിനൊക്കെ. നല്ല തണുത്ത കാറ്റും ഉണ്ട്. നമ്മൾ കഴിക്കാൻ പോവാം. എന്താ പിസ്സ അല്ലേ ഇത്? ഇവര് ചൂടാക്കി തരും കേട്ടോ. അപ്പൊ നമ്മൾ ചൂടാക്കി മേടിച്ചു. കഴിക്കട്ടെ. ഇത് കഴിച്ചിട്ട് ഇന്ന് എത്ര രൂപയായിരുന്നു? കൊള്ളാം. ഞങ്ങൾക്ക് ബാഗിൽ വെക്കണ്ട രശേ. കൊണ്ടുപോവാ. എന്തിന്? അത് അവിടെ ഇഷ്ടംമാതിരി ഉണ്ടല്ലോ. ഋഷിക്ക് ഇവിടെ നിന്ന് ശംഖ് കൊണ്ടുപോകണമെന്ന്. ഇതാ പൊട്ടിയ ശംഖൊക്കെ എടുത്ത് വെച്ചിട്ട്. വെള്ളം അങ്ങോട്ട് വരില്ല. വെയില് മാറട്ടെ, വൈകുന്നേരം വരാം കേട്ടോ. ഇപ്പൊ വെയിലാന്ന്. കണ്ണാടി വെച്ചിട്ടൊന്നും കാര്യമില്ല. ഷട്ടർ തിരിഞ്ഞു പോയെന്ന് തോന്നുന്നു ഇട്ടത്. ഊരിക്കേ, ഫ്രണ്ടും ബാക്കും. ആ തിരിഞ്ഞു പോയി. കളിച്ചോണ്ടിരിക്കുക. ഇവിടെ കിടക്കാനും സുഖം തോന്നുന്നില്ലേ? ആൾക്കാരൊക്കെ കിടക്കുന്നുണ്ട്. അത് സ്പീഡ് ബോട്ടാന്ന് തോന്നുന്നല്ലേ? അതൊക്കെ അവിടെ ഇട്. അതൊക്കെ മരത്തിന്റെ കഷ്ണമൊക്കെ. Thì có Mỹ tôi vô đây là മിഠായി തരാം. കരിക്കും വെള്ളം കുടിച്ചിട്ട് മിഠായി തരാം. നല്ല വെയിൽ കേട്ടോ. അപ്പം ഞങ്ങൾ കരിക്കും വെള്ളം കുടിക്കാൻ വന്നത്. തേങ്ങാ വെള്ളം. ഒരു തേങ്ങാ വെള്ളത്തിന് 50 ബാത്ത് എന്ന് വെച്ചാൽ നാട്ടിലെ 50 ബാത്ത് നാട്ടിലെ 150 രൂപയൊക്കെയാണ് നമ്മളൊരു കരിക്ക് കുടിക്കാൻ പോകുന്നത്. ഇവിടുത്തെ കരിക്കിന് നല്ല മധുരമാണെന്നൊക്കെ കുറച്ച് റീലിലൊക്കെ വീഡിയോയിലൊക്കെ ഉണ്ട്. അങ്ങനെ അത് കുടിക്കാമെന്ന് പറഞ്ഞ് വന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ കരിക്ക് കുടിക്കുന്നതിന് വേണ്ടി 20 മിനിറ്റ് ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കും. 20 മിനിറ്റിന് ശേഷം പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ. 150 ബാത്ത്.
എൻ്റെ ഇടയ്ക്ക് ഋഷിയുടെ വക ഇത് വന്ന് നമ്മുടെ കരിക്ക് വന്നേ ഋഷി. നമുക്ക് നോക്കാം. അയ്യോ തണുപ്പാണല്ലോ ഋഷി. തണുപ്പ് നല്ല തണുപ്പ്. മധുരമുണ്ട്. എന്തോ നമ്മുടെ അവിടുത്തെ പോലല്ല, വേറൊരു ടേസ്റ്റ് ആട്ടാ. മതി. ചിഞ്ചു പണി ഉണ്ടാക്കിയല്ലേ ചിഞ്ചു? പക്ഷേ മറക്കാവുന്ന കിടക്കാന്ന് ഓർത്ത് വന്നാ. ഒന്ന് കിടന്നാ മതി ഓർത്ത് ഞാൻ വന്നേ. നോക്കിക്ക് അവിടെ കാണുന്നത് നമ്മുടെ പട്ടായ ബീച്ച്. പൊക്കോള ഫ്ലാറ്റല്ലേ? ഹോട്ടലാണോ അത്? ഫ്ലാറ്റാണോ അത്? ഫ്ലാറ്റാ അത്. കടല് കാണാൻ ബിൽഡിംഗ് ആയിട്ട് ഇവിടെ റോഡൊക്കെ കാണാം. കടല് കാണാം ഇവിടെ നിന്ന്. നല്ല കാറ്റുമുണ്ട്, നല്ല വ്യൂ ആണ്. ഡോറ് റെഡിയാവുന്നവരെ നമുക്കിവിടെ കാറ്റൊക്കെ കൊണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഡോറ് പൊളിച്ചെടുക്കാൻ പോവാം. ഡോറിൻ്റെ അടിയിൽ കൂടെ കീ ഇട്ടിട്ടെങ്ങാണ്ട് കമ്പി ഇട്ടിട്ടെങ്ങാണ്ടൊക്കെ ഡോറ് തുറക്കാൻ പോകാം. അല്ലാതെ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. നമുക്ക് ചിലപ്പോൾ റൂം മാറ്റി തരുമായിരിക്കും. അപ്പോൾ നമുക്കിനി റൂം തുറന്നകത്ത് കയറാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇതാ ബെഡുണ്ട്, ഒരു TV ഉണ്ട്. ഇവിടെ എന്താ കാണുന്ന ഫ്ലാറ്റ്, ഇത് വലിയ ഫ്ലാറ്റ് അല്ലേ. ഇതേ അവിടെ ബീച്ച് കാണാം കേട്ടോ, ബീച്ച് വ്യൂ ഉണ്ട്. പിന്നെ നമുക്ക് എന്താ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ റൂമാണ്. നമ്മുടെ ബാഗൊക്കെ കൊണ്ട് ഇറക്കി വെച്ചതാ. പിന്നെ ഇവിടെ ഹീറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ ഇത് നമ്മുടെ തുണിയൊക്കെ വിരിച്ചിടാം. ഇപ്പം ലൈറ്റില്ല. ഇത് വാഷ്റൂം. സോപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സോപ്പ്, മോയ്സ്ചറൈസർ, ഷാമ്പു. പിന്നെ നമ്മുടെ ബാത്റൂം. ഇത്രയേ ഉള്ളൂ കേട്ടോ റൂം. ഇനി നമുക്കിനി ഇപ്പം കുറച്ച് പണിയൊന്നുമില്ല, കുറച്ച് നേരത്തേക്ക്. ഇനി നമുക്ക് ഇറങ്ങേണ്ടത് ഈവനിങ് 7 മണിക്കാണ് നമുക്ക് വണ്ടി വരുമെന്ന് പറഞ്ഞത്.